നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മനുഷ്യർ ഗുഹകളിൽ താമസിച്ചിരുന്ന ഒരു കാലത്തുനിന്ന് ഇന്ന് കാണുന്ന ഈ കൂറ്റൻ നഗരങ്ങൾ വരെ എത്തിയതിന്റെ കഥ അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. +1 ഹിസ്റ്ററിയിലെ ആദ്യ പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കി മനുഷ്യരാശിയുടെ ആ ഒരു ഗംഭീര യാത്ര നമുക്കൊരുമിച്ചൊന്ന് പോയി നോക്കാം. അതെ, ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒന്ന് ആലോചിച്ചു നോക്കൂ. കേവലം അതിജീവനത്തിനു വേണ്ടി അലഞ്ഞു തിരിഞ്ഞു നടന്ന ഒരു ജീവിവർഗം എങ്ങനെയാണ് ഇത്രയും ചിട്ടയായ പടർന്നു പന്തലിച്ച നഗരങ്ങൾ കെട്ടിപ്പടുത്തത്? ഈ ഒരു വലിയ ചോദ്യത്തിന്റെ ഉത്തരം തേടിയാണ് നമ്മൾ ചരിത്രത്തിന്റെ പിന്നോട്ടുള്ള ഈ യാത്ര തുടങ്ങുന്നത്. അപ്പോ നഗരങ്ങളെക്കുറിച്ച് പറയുന്നതിനു മുൻപ് നമ്മളെക്കുറിച്ച് തന്നെ അറിയണം. അതായത് മനുഷ്യന്റെ കഥ. നമ്മൾ എങ്ങനെയാണ് ഇന്നത്തെ നമ്മളായത്? അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ സ്വന്തം പരിണാമത്തിന്റെ കഥ അറിയാതെ നമ്മൾ കെട്ടിപ്പൊക്കിയ ഈ സമൂഹങ്ങളെക്കുറിച്ചും നഗരങ്ങളെക്കുറിച്ചും പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ചരിത്രം എന്ന് പറയുന്നത് ആരോ എപ്പോഴോ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചൊരു കഥയല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ ഡിറ്റക്റ്റീവ് വർക്ക് പോലെയാണ്. പലയിടത്തു നിന്നും കിട്ടിയ ചെറിയ ചെറിയ തെളിവുകൾ അതൊക്കെ ഒരുമിച്ച് ചേർത്ത് പുരാവസ്തു ഗവേഷകരും ശാസ്ത്രജ്ഞരും ചേർന്ന് ഒരു പസിൽ സോൾവ് ചെയ്യുന്നത് പോലെയാണ് ഈ കഥ നമുക്ക് മുന്നിലെത്തിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഈ തെളിവുകൾ? പ്രധാനമായും 3 തരം തെളിവുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്ന്, മനുഷ്യന്റെ ഫോസിലുകൾ, അതായത് അവരുടെ അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ. അതിൽ നിന്ന് അവരുടെ ശരീരഘടനയെക്കുറിച്ചും കാലക്രമേണ വന്ന മാറ്റങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. 2, ശിലായുധങ്ങൾ, അതായത് അവരുപയോഗിച്ചിരുന്ന കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ. ഇത് അവരുടെ ജീവിതരീതിയെക്കുറിച്ചും സാങ്കേതികജ്ഞാനത്തെക്കുറിച്ചും നല്ലൊരു ഐഡിയ തരും. പിന്നെ 3ാമത്തേത് ഗുഹാചിത്രങ്ങൾ. അത് കുറച്ചുകൂടി പേഴ്സണലാണ്. അവരുടെ ചിന്തകൾ, വിശ്വാസങ്ങൾ, കല, അവരുടെ മനസ്സിനുള്ളിലേക്കൊരു എത്തിനോട്ടം നടത്താൻ ഈ ചിത്രങ്ങൾ നമ്മളെ സഹായിക്കും. മനുഷ്യപരിണാമം എന്നു പറയുന്നത് വളരെ പതുക്കെ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തൊരു പ്രക്രിയയാണ്. ഏകദേശം 56 ലക്ഷം വർഷം മുൻപാണ് മനുഷ്യനോട് സാമ്യമുള്ള ആദ്യ ജീവികൾ ഭൂമിയിലുണ്ടാവുന്നത്. പിന്നെ പല പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഒടുവിൽ നമ്മൾ, അതായത് ചിന്തിക്കുന്ന മനുഷ്യൻ എന്നർത്ഥം വരുന്ന ഹോമോസേപ്പിയൻസ് ഉണ്ടായിട്ട് വെറും 1,60,000 വർഷങ്ങളെ ആയിട്ടുള്ളൂ. ചരിത്രത്തിന്റെ വലിയൊരു സ്കെയിലിൽ നോക്കുമ്പോൾ നമ്മൾ വളരെ പുതിയ ആൾക്കാരാണ്. ശരി, ഈ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. പക്ഷേ എന്തുകൊണ്ടാണിത് സംഭവിച്ചത്? മറ്റു ജീവികളിൽ നിന്നും നമ്മളെ ഇത്രയധികം വ്യത്യസ്തരാക്കിയ ആ ഒരു പ്രേരക ശക്തി എന്തായിരുന്നു? ഇതിനു പിന്നില് ഭയങ്കര രസകരമായൊരു കാരണമുണ്ട്. ശാസ്ത്രജ്ഞർ അതിനെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് എന്നാണ് പറയുന്നത്. അതായത് ഒരു കാര്യം മറ്റൊരു കാര്യത്തിന് കാരണമാകുന്നു, അത് തിരിച്ച് ആദ്യത്തെ കാര്യത്തെ ഒന്നും കൂടി ശക്തമാക്കുന്നു. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. നോക്കൂ, മനുഷ്യൻ 2 കാലിൽ നിവർന്നു നടക്കാൻ തുടങ്ങിയപ്പോൾ കൈകൾ ഫ്രീയായി. ആ കൈകൾ ഉപയോഗിച്ച് അവർ ആയുധങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. കൂടുതൽ മെച്ചപ്പെട്ട ആയുധങ്ങൾ ഉണ്ടാക്കാൻ കൂടുതൽ ബുദ്ധി വേണ്ടിവന്നു. ഇത് തലച്ചോറിന്റെ വളർച്ചയ്ക്ക് കാരണമായി. തലച്ചോറ് വലുതായപ്പോൾ അവർക്ക് കൂടുതൽ മികച്ച ആയുധങ്ങളും അതിജീവന തന്ത്രങ്ങളും മെനയാൻ പറ്റി. കണ്ടോ, ഈ 3 കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് മനുഷ്യന്റെ വളർച്ചയുടെ വേഗത കൂട്ടി. ഓക്കേ, അപ്പൊ നമ്മൾ ശാരീരികമായി എങ്ങനെ മാറിയെന്ന് കണ്ടു. ഇനി അടുത്ത വലിയ ഘട്ടം വരുന്നത് നമ്മുടെ സാമൂഹിക ജീവിതത്തിലാണ്. വേട്ടയാടി നടന്ന മനുഷ്യൻ ഒരിടത്ത് സ്ഥിരതാമസമാക്കി ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്ന ആ വിപ്ലവകരമായ കഥ തുടങ്ങുന്നത് മെസൊപ്പൊട്ടേമിയ എന്ന സ്ഥലത്താണ്. ഒന്നോർത്തു നോക്കൂ, മനുഷ്യചരിത്രത്തിന്റെ ഏതാണ്ട് 90-99% സമയത്തും നമ്മൾ നാടോടികളായിരുന്നു. ഭക്ഷണം എവിടെയാണോ ഉള്ളത് അങ്ങോട്ട് സഞ്ചരിക്കുന്ന ചെറിയ ചെറിയ കൂട്ടങ്ങൾ. അതായിരുന്നു നമ്മുടെ ഡീഫോൾട്ട് ജീവിതരീതി. പക്ഷേ മെസൊപ്പൊട്ടേമിയയിൽ സംഭവിച്ചത് ഒരു ചെറിയ മാറ്റമായിരുന്നില്ല, അതൊരു വിപ്ലവം തന്നെയായിരുന്നു. കൃഷിയുടെ കണ്ടുപിടുത്തത്തോടെ അലഞ്ഞ തിരിഞ്ഞുള്ള ജീവിതം അവസാനിച്ചു. മനുഷ്യൻ ഒരിടത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. അതിജീവനത്തിനു വേണ്ടി മാത്രം ജീവിച്ചിരുന്ന സ്ഥാനത്ത് ഓരോരുത്തർക്കും ഓരോ പ്രത്യേക തൊഴിലുകൾ വന്നു. ചെറിയ കുടുംബ ഗ്രൂപ്പുകൾക്ക് പകരം നിയമങ്ങളും ഭരണസംവിധാനങ്ങളുമുള്ള വലിയ സമൂഹങ്ങൾ രൂപപ്പെട്ടു. അപ്പോ എന്താണൊരു നഗരം എന്ന് പറഞ്ഞാൽ? വെറുതെ കുറെ വീടുകൾ ഒരുമിച്ചു വരുന്ന ഒരു വലിയ ഗ്രാമം മാത്രമല്ലാത്. ഒരു നഗരത്തെ നഗരമാക്കുന്നത് അവിടുത്തെ തൊഴിൽ വിഭജനമാണ്. അതായത് ഒരാൾ കൃഷി ചെയ്യുമ്പോൾ മറ്റൊരാൾ മൺപാത്രങ്ങളുണ്ടാക്കുന്നു, വേറൊരാൾ വസ്ത്രങ്ങൾ നെയ്യുന്നു, ഇനിയൊരാൾ കച്ചവടം നടത്തുന്നു. ഓരോരുത്തരും ഓരോ ജോലിയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നു. ഈ ഒരു സിസ്റ്റമാണ് ഒരു നഗരത്തിന്റെ ഹൃദയമെന്ന് പറയുന്നത്. നഗരങ്ങൾ വലുതാവുകയും സമൂഹം കൂടുതൽ സങ്കീർണമാവുകയും ചെയ്തപ്പോൾ ഇതിനെല്ലാം നിയന്ത്രിക്കാൻ പുതിയൊരു ഉപകരണം വേണ്ടിവന്നു. അങ്ങനെയാണ് മനുഷ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു കണ്ടുപിടുത്തം ഉണ്ടാകുന്നത്: എഴുത്ത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ.
ആയിരക്കണക്കിന് ആളുകൾ, നൂറുകണക്കിന് കച്ചവടങ്ങൾ, ക്ഷേത്രത്തിലേക്ക് വരുന്ന ധാന്യങ്ങളുടെ കണക്ക്, തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട ശമ്പളം, ഇതൊക്കെ എങ്ങനെ ഓർമ്മയിൽ വയ്ക്കും? കണക്കുകൾ തെറ്റാതെ എങ്ങനെ സൂക്ഷിക്കും? ഇത് വലിയൊരു പ്രശ്നമായി മാറി. ഈ പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ടാണ് അവർ ക്യൂണിഫോം എന്ന എഴുത്തുവിദ്യ കണ്ടുപിടിക്കുന്നത്. ആപ്പിന്റെ ആകൃതിയുള്ള അടയാളങ്ങൾ എന്നൊക്കെയാണ് ഈ വാക്കിനർത്ഥം. നനഞ്ഞ കളിമൺ പലകകളില് ഈറ്റ പോലത്തെ ചെടിയുടെ തണ്ടുപയോഗിച്ച് അവർ ഈ അടയാളങ്ങൾ രേഖപ്പെടുത്തി. പിന്നീട് ഈ പലകകൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും. അതോടെ ആ രേഖകൾ കാലങ്ങളോളം മായാതെ നിലനിൽക്കുമായിരുന്നു. അതെ, ഇതാണ് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം. മനുഷ്യന്റെ ഏറ്റവും മഹത്തായ ഈ കണ്ടുപിടുത്തം കവിതയോ കഥയോ എഴുതാനായിരുന്നില്ല അവരാദ്യം ഉപയോഗിച്ചത്. മറിച്ച് കച്ചവടത്തിന്റെയും നികുതിയുടെയും കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തുക എന്ന വളരെ പ്രാക്ടിക്കലായ ഒരാവശ്യത്തിൽ നിന്നാണ് എഴുത്ത് എന്ന ആശയം തന്നെ ഉണ്ടാവുന്നത്. ഓക്കെ, ഇതൊക്കെ ആയിരക്കണക്കിന് വർഷം മുൻപത്തെ കാര്യമല്ലേ? ഇന്ന് നമുക്കിതുകൊണ്ടെന്താ കാര്യം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ആ പഴയ കണ്ടുപിടുത്തങ്ങളുടെ സ്വാധീനം. ആ പുരാതന നഗരങ്ങളുടെ പ്രതിധ്വനികൾ ഇന്നും നമ്മുടെയെല്ലാം ജീവിതത്തിലുണ്ട്. ഇത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നല്ലേ? നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സമയം, അതായത് ഒരു ദിവസത്തെ 24 മണിക്കൂറായും ഒരു മണിക്കൂറിനെ 60 മിനിറ്റായും ഒരു വർഷത്തെ 12 മാസങ്ങളായും വിഭജിച്ചത് മെസൊപ്പൊട്ടേമിയക്കാരാണ്. കണക്കിലെ ഗുണനപ്പട്ടികയും ഹരണപ്പട്ടികയും അവരുടെ സംഭാവനയാണ്. എല്ലാത്തിനും മുകളിൽ ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്ന ആ ഒരു രീതിക്ക് തുടക്കമിട്ടതും അവരാണ്. അതെ, ആ ഗുഹകളിൽ നിന്ന് തുടങ്ങി മെസൊപ്പൊട്ടേമിയയിലെ നഗരങ്ങളിലൂടെ വളർന്ന് ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്തെത്തി നിൽക്കുന്ന മനുഷ്യരാശിയുടെ ആ മഹത്തായ കഥ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ആ കഥയുടെ ഭാഗമാണ്. ഒന്നാലോചിച്ചു നോക്കൂ, അവരുടെ കയ്യിലുണ്ടായിരുന്നത് കളിമണ്ണും ഈറ്റത്തണ്ടുമൊക്കെയായിരുന്നു. അതുവെച്ച് അവർ അന്നത്തെ ലോകത്തെ മാറ്റിമറിച്ചു. ഇന്ന് നമ്മുടെ കയ്യിലോ? അതിനേക്കാൾ എത്രയോ ശക്തമായ സാങ്കേതിക വിദ്യകളുണ്ട്, അറിവുണ്ട്. അപ്പോ ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയുള്ളൊരു ഭാവിയാണ് നിർമ്മിക്കാൻ പോകുന്നത്? ഇതൊരു വലിയ ചോദ്യമാണ്, അല്ലേ?